ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഞാനൊരു എഗ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മുട്ട കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, സംഭവമാണ് എഗ് റോള്. അത് മുതിർന്നവരായാലും അതേപോലെ കുട്ടികളൊക്കെ ആയാലും ഒക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ പുറത്ത് പോയാലൊക്കെ സ്ട്രീറ്റ് ഫുഡിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഈ എഗ് റോള്. നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ഏതാണ്ടൊക്കെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു എഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് മൈദയിലായിരിക്കും കേട്ടോ മുഴുവൻ മൈദയാണ് അവർ ഉപയോഗിക്കുക. അപ്പം ഞാൻ പകുതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ മൈദ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുഴുവൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ രണ്ട് തരത്തിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പിന്നെ മൈദ ആകുമ്പോൾ കുറച്ചും കൂടി പിന്നെ കളറിനൊക്കെ ആ പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാണാൻ പറ്റും. ഞാൻ പകുതിയായിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ മുഴുവൻ മൈദ എടുത്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പകുതിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് തത്വയുടെ മൈദയാണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ മൈദയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങിക്കുന്നത് നല്ല പ്യുവർ വൈറ്റ് കളറായിരിക്കുമല്ലോ. ഇത് അത്ര തന്നെ വൈറ്റ് കളറല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോതമ്പിൻ്റെ കളർ ഉണ്ട് ഇതിന്. പിന്നെ ഇതിന് വിലയും കുറച്ച് കൂടുതലാണ് മറ്റ് മൈദയൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മൈദയൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി നന്നാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കി എടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂട് അധികം പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു ചൂടേ ഉള്ളൂ, നൈസായിട്ട് എന്താ പറയുക, വളരെ ലൂക്ക്വാം വാട്ടറാണ്. നന്നായിട്ട് സോഫ്റ്റ് ഡോ നമുക്ക് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം മാവ് സോഫ്റ്റ് ആണോ അത്രമാത്രം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് ഇതങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എഗ് റോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ എല്ലാം ആയി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രോട്ടീനായി, വൈറ്റമിൻസായി, കാർബോഹൈഡ്രേറ്റായി, എല്ലാം ആയി. ഒരേ ഒരു ഇതിൽ എല്ലാം കിട്ടും നമുക്ക്. വേറെ കറി, അങ്ങനെ വേറെ ചോറ് കറിയൊക്കെ വേറെ തോരനും ഇതൊക്കെ വേറെ ഉണ്ടാക്കുന്നതിന് പകരം വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും അടച്ച് വെക്കണം. മാക്സിമം എത്രയായാലും കുഴപ്പമില്ല. ഒന്ന് അടച്ച് വെക്കാം, മാവൊന്ന് സോഫ്റ്റ് ആവട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡി നോക്കാം എന്തൊക്കെയാണെന്ന്. ഫില്ലിങ്ങിന് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. സവാള കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ട്. പിന്നെ ഇതേപോലെ കുക്കുംബർ ഉണ്ട്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ ചെറുനാരങ്ങ നീര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. പിന്നെ ചില്ലി സോസ് വേണം. പിന്നെ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എന്താ വെച്ചാൽ അത് വേണം. ഇത്ര വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് പിന്നെ ഫില്ലിങ്ങിന് ഈ പച്ച സവാള ഇതുപോലെ ഇട്ടാൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പച്ച സവാള ഇതുപോലെ തന്നെ ഇടാം. പക്ഷെ ചില ആൾക്കാർക്കൊന്നും സവാള ഇതുപോലെ പച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, റോളിൽ ഉപയോഗിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാനും ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റുണ്ട്. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. അതുപോലെ ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. കുക്കുംബർ ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. കുക്കുംബർ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ സാലഡ് വെള്ളരിന്നോ അങ്ങനല്ലേ പറയുക.
ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെയുള്ള ഇവിടെയുള്ള കാമ്പില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇത് ചിലപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഇതൊന്ന് വെള്ളം കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ കുരുള്ള ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി കേട്ടോ. ഒരു ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. സവാള നമുക്ക് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ കൂടെ ഞാൻ ഈ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ക്യാപ്സിക്കം വേണമെന്നില്ല കേട്ടോ, ക്യാപ്സിക്കം ഒഴിവാക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ക്യാപ്സിക്കം നിർബന്ധമില്ല. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്നിങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ വഴന്ന് പോവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എത്ര വേണ്ടു കഴിഞ്ഞു, ഞാൻ ഓഫ് ചെയ്തു. ഡോ നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് നൈസായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. ഈ മാവ് കൊണ്ട് നമുക്കൊരു 6-7 ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്കിത് ചപ്പാത്തി പരത്തിയെടുക്കാം. കനം കറിച്ചിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ പരത്താം. ഞാനിപ്പോൾ 2 എഗ് റോളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു എഗ് റോളിന് 2 മുട്ട എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഒരു മുട്ടയായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു എഗ് റോളിന് അവർ 2 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. റോളിൽ ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒരു ചപ്പാത്തിക്ക് 2 മുട്ട എന്നുള്ള കണക്കിന് 2 റോളിന് കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ലേശം നമുക്ക് മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നിർബന്ധമില്ല, കാരണം നമ്മളിതിൽ സോസും അതൊക്കെ ചേർക്കുക കാരണം വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ വീണ്ടും ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഞാൻ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഇതിലേക്കാണ്ട് ഇടാം. ഒന്ന് മറിച്ചിടാം. നമുക്ക് നന്നായിട്ട് കുക്കാവണം. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും. ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ മറ്റതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഈ മുട്ടയുടെ പകുതി ഭാഗം, ഞാൻ ഈ 4 എണ്ണത്തിൻ്റെ പകുതി, 2 മുട്ടയുടെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഏതാണ്ട് ഇങ്ങനെ കുക്കായി വരുമ്പോൾ, അടിയിൽ കുക്കായിട്ട് മീതെ ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ചപ്പാത്തി ഇതിൻ്റെ മീതെ കൊണ്ട് ഇട്ട് കൊടുക്കാം. സൈഡ് ഇങ്ങനെ പുറത്തേക്ക് അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഉള്ളിൽ കുക്കാവാൻ ശ്രദ്ധിക്കണം മുട്ട. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി മറ്റത് ഞാൻ ഉണ്ടാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ മറ്റതും ചെയ്തെടുത്താൽ മതി.
നമുക്കിതിലേക്ക് ഫില്ലിങ് എങ്ങനെയാണ് വെക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. കണ്ടില്ലേ, എന്നാലേ നമുക്കത് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചപ്പാത്തി നന്നായിട്ട് കുക്കാവും വേണം. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ആ പാകം. നമ്മൾ ആ സവാള ഒന്ന് ഫ്രൈ ഇതാക്കിയിട്ട് വെച്ചത്. സവാള ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഇതിങ്ങനെ ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ആ ഒരു പരുവന്നെ ആവണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സവാള വഴറ്റുണ്ടെങ്കിൽ പച്ച സവാളയും ഇടാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് സവാളയുടെ സ്മെല്ല് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല പച്ച സവാള വെച്ച് കഴിഞ്ഞാൽ. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒരു 30 സെക്കൻഡ് വഴറ്റിയാൽ മതി. സോഫ്റ്റ് ആവരുത്. നമുക്ക് കുറച്ച് പച്ചമുളക്, എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക്, വലിയ കുട്ടികളൊക്കെ വെച്ചാൽ കുറച്ച് സ്പൈസി ആക്കാം. പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുക്കുംബർ, സാലഡ് വെള്ളരി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ലേശം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇഷ്ടമില്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ. ലേശം. ഇവിടെ പിന്നെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കുറച്ച് ലെമൺ, ഒന്ന് ചെറുനാരങ്ങ നീര് കേട്ടോ, ലേശം ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ലേശം ഒഴിച്ച് കൊടുക്കുക. ഇത്ര വേണ്ട വെച്ചാൽ കേട്ടോ. ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂണോളം വേണ്ടി വരും ഒന്നിലേക്ക്. അതിപ്പോൾ കുട്ടികൾ എത്ര കഴിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി സോസ്. ഇപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിന് പുറമെ ചില്ലി സോസ്. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചേർത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ചില്ലി സോസ് നമുക്ക് എത്ര വേണ്ട വെച്ചാൽ, അല്ലെങ്കിൽ എരിവ് കൂടുതലാണെന്ന് വെച്ചാൽ ഒഴിവാക്കാം കേട്ടോ. കാരണം ഇത് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത കാരണം. ചില്ലി സോസ് നമ്മുടെ എരിവിനനുസരിച്ച്, കാരണം അത് അത്യാവശ്യം എരിവുള്ളതാണ്, എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് ഒന്ന് മടക്കാം. എങ്ങനെയാണത് മടക്കുക എന്ന് കാണിക്കാം. അപ്പം ഇങ്ങനെയാണിത് സെർവ് ചെയ്യുക. ഇനി ഇത് നമ്മൾ വല്ല ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഫോൾഡ് ചെയ്തിട്ടാണിത് പിന്നെ സെർവ് ചെയ്യുക. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് കാണിക്കാം.